Overriding of abstract methods. In Java, it is mandatory to override abstract methods of the superclass in the subclass. It is because the subclass inherits the abstract methods of superclass. അതായത് സബ്ക്ലാസ് എന്ത് ചെയ്യാണ്, അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് സൂപ്പർ ക്ലാസ്സിൻ്റെ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓവർറൈഡ് ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് ഓവർറൈഡ് ആവശ്യമാണ്. അപ്പം സബ് ക്ലാസ് ഈസ് ആൾസോ ഡിക്ലെയർ സബ്സ്ട്രാക്ട്, ഇറ്റ് ഈസ് നോട്ട് മാൻഡാറ്ററി. അതായത് സബ് ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ആവശ്യമില്ല, ഓവർറൈഡ് എന്ന പ്രോപ്പർട്ടി ആവശ്യമില്ല. അപ്പം ഓവർറൈഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പ്രോഗ്രാം. അപ്പോൾ അനിമൽ എന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ മേക്ക് സൗണ്ട് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈറ്റ് എന്ന മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ ഐ ക്യാൻ ഈറ്റ് എന്ന് പ്രിൻ്റ് ചെയ്തു. പിന്നെ ഡോഗ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതെന്താണ്, ഇൻഹെറിറ്റ് ചെയ്യുന്നു, അനിമൽ എന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, മേക്ക് സൗണ്ട് എന്ന മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ബാർക്ക് എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി എന്താണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് മേക്ക് സൗണ്ട്, ഈറ്റ് എന്നീ മെത്തേഡ്സിന് ഒബ്ജക്റ്റ് കോൾ ചെയ്തു. ഡോഗ് എന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ബാർക്ക് ആൻഡ് ഐ ക്യാൻ ഈറ്റ് എന്നിങ്ങനെ രണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഓവർറൈഡിങ് എന്ന പ്രോപ്പർട്ടി. ഈ പ്രോഗ്രാം ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഓവർറൈഡ് ചെയ്യുന്നത്. അതായത് സബ് ക്ലാസ് എന്ത് ചെയ്യും, സൂപ്പർ ക്ലാസ്സിൻ്റെ അബ്സ്ട്രാക്റ്റ് സൂപ്പർ ക്ലാസ്സിൻ്റെ മെത്തേഡ്സ് ഇൻഹെറിറ്റൻസ് ചെയ്യും. അതായത് സബ് ക്ലാസ് പിന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് തന്നെയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഓവർറൈഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇൻ ദ above example we have created an abstract class animal. The class contains an abstract method make sound and a non-abstract method eat. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തു. മേക്ക് സൗണ്ട് എന്ന് പറഞ്ഞ അബ്സ്ട്രാക്റ്റ് മെത്തേഡും നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ഈറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വി ഹാവ് ഇൻഹെറിറ്റഡ് സബ് ക്ലാസ് ഡോഗ് എന്ന സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു സൂപ്പർ ക്ലാസ്സിന്. Here the subclass dog overrides the abstract method display info. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു, അബ്സ്ട്രാക്റ്റ് മെത്തേഡിനെ എന്ത് ചെയ്യുന്നു, ഓവർറൈഡ്സ് ചെയ്യുന്നു. വി ദെൻ ക്രിയേറ്റഡ് ആൻ ഒബ്ജക്റ്റ് d1 ഓഫ് ഡോഗ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഡോഗ് എന്ന ക്ലാസ്സിന്. യൂസിങ് ദ ഒബ്ജക്റ്റ് വി ദെൻ കോൾഡ് d1 ഡോട്ട് ഡിസ്പ്ലേ ഇൻഫോ ആൻഡ് 1 ഡോട്ട് ഈറ്റ് മെത്തേഡ്സ്. ഇങ്ങനെയാണ് ഓവർറൈഡ് ചെയ്യുന്നത്. ഇനി കൺസ്ട്രക്ടർ എങ്ങനെ ആക്സസ് ചെയ്യുന്നത് നോക്കാം. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ സിമിലർ ടു നോൺ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് വി ആക്സസ് ദ കൺസ്ട്രക്ടർ ഓഫ് ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഫ്രം ദ സബ് ക്ലാസ് യൂസിങ് സൂപ്പർ കീവേഡ്. അതായത് സൂപ്പർ കീവേഡാണ് കൺസ്ട്രക്ടർ സബ് ക്ലാസ്സിന് പിന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി സൂപ്പർ കീവേഡാണ് സബ് ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു അനിമൽ. ഈ അനിമൽ എന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഡോഗ് എന്ന സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അനിമൽ എന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത്. അതിലെന്ത് ചെയ്തു, സൂപ്പർ കീവേഡ്, അതായത് സൂപ്പർ കീവേഡ് അനുസരിച്ച് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡോഗ് എന്ന ക്ലാസ്സിന് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. അത് സബ് ക്ലാസ്സാണ്, അനിമൽ എന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സാണ്. ഹിയർ വി ഹാവ് യൂസ്ഡ് ദ സൂപ്പർ ഇൻസൈഡ് ദ കൺസ്ട്രക്ടർ ഓഫ് ഡോഗ് ടു ആക്സസ് ദ കൺസ്ട്രക്ടർ ഓഫ് ദ അനിമൽ. Note that the super should always be the first statement of subclass constructor.
അതായത് ഇവിടെ സൂപ്പർ എന്നത് സബ് ക്ലാസ് കൺസ്ട്രക്ടറുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇനി വൈ ജാവ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് തന്നെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അബ്സ്ട്രാക്ഷൻ എന്തിനാണ് അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, അബ്സ്ട്രാക്ഷൻ ഓൺലി ഷോസ് ദ നീഡഡ് ഇൻഫർമേഷൻ ആൻഡ് ഓൾ ദ അൺനെസറി ഡീറ്റെയിൽസ് ആർ കെപ്റ്റ് ഹിഡൻ. അതായത് നീഡഡ് ഇൻഫോർമേഷൻ ഷോ ചെയ്യാനും അൺനെസറി ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിനെ ഹിഡൻ ചെയ്യാൻ ഒളിപ്പിച്ചു വെക്കാനുമാണ് അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, നമുക്ക് മാനേജ് ദിസ് അലോസ് us to manage complexity by omitting or hiding details with a similar higher level idea. അതായത് ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്തത് ഹൈഡ് ചെയ്തുകൊണ്ട് പിന്നെ പ്രോഗ്രാംസിന് ഒരു സിമ്പിളാക്കാനും നല്ല ഐഡിയ ലഭിക്കാനും ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് അബ്സ്ട്രാക്ഷൻ. അതായത് അബ്സ്ട്രാക്ഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോട്ടോർ ബൈക്ക് ബ്രേക്സ്. അതായത് മോട്ടോർ ബൈക്കിൽ ഉപയോഗിക്കുന്ന ബ്രേക്സ്. വി നോ ദാറ്റ് ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വി അപ്ലൈ ദ ബ്രേക്ക് മോട്ടോർ ബൈക്ക് വിൽ സ്റ്റോപ്പ്. നമ്മൾ ബൈക്കിൽ മോട്ടോർ ബൈക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പിന്നെ ബൈക്ക് സ്റ്റോപ്പ് ആവും, മോട്ടോർ ബൈക്ക് സ്റ്റോപ്പ് ആവുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് നമ്മൾ എന്താകുന്നു, ഹിഡൻ ചെയ്തിട്ടുണ്ട്. മോട്ടോർ ബൈക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മോട്ടോർ ബൈക്കിൽ നമ്മൾ ബ്രേക്ക് ഹിഡൻ ചെയ്തിട്ടുണ്ട്. The major advantage of hiding the work of the brake is that now the manufacturer can implement brake differently for different motorbikes. However, what brake does will be the same. ബ്രേക്ക് ചെയ്യുന്ന ഫങ്ഷൻ സെയിം ആണ്, പക്ഷേ ഒരു മാനുഫാക്ചർ എന്ത് ചെയ്യാൻ കഴിയും, ബ്രേക്ക് ഡിഫറൻ്റ് ആയുള്ള ബൈക്കിൽ ഡിഫറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പം ബ്രേക്കിൻ്റെ ഫങ്ഷൻ എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതെന്ത് ചെയ്യും, നമ്മൾ ഹിഡൻ ചെയ്യുകയും ചെയ്യും. നമ്മൾക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതാണ് അബ്സ്ട്രാക്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി. ജാവ അബ്സ്ട്രാക്ഷൻ അടുത്തതാണ് ടോപ്പിക്കാണ് ജാവ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു ആനിമൽ. അതിന് അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു, മേക്ക് സൗണ്ട് എന്ന അബ്സ്ട്രാക്റ്റ് മെത്തേഡ് ചെയ്തു. പിന്നെ ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽ. അതിന് ഡോഗ് എന്ന ക്ലാസ് അതിന് സബ് ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിന് സബ് ക്ലാസ് ആയിട്ട് ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽ സബ് ക്ലാസ് ആയി ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിൽ നമുക്ക് എന്ത് ചെയ്തു, ബാർക്ക് എന്ന ലൈൻ പ്രിൻ്റ് ചെയ്തു. ക്ലാസ് കാറ്റ് എക്സ്റ്റെൻസ് ആനിമൽ പബ്ലിക് വേർഡ് മേക്ക് സൗണ്ട്. പിന്നെ ഒരു സബ് ക്ലാസ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു, കാറ്റ് എന്ന ക്ലാസ് സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതും എന്ത് ചെയ്തിരുന്നു, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയ ആനിമൽ എന്ന ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതിനെ സബ് ക്ലാസ് ആയി ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തു മ്യാവ്സ് എന്ന് അതിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തു. പിന്നെ മെയിൻ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റിനെ കോൾ ചെയ്തു. അതിൽ മേക്ക് സൗണ്ട് എന്ന മെത്തേഡിനെ ഡോഗ് എന്ന ഒബ്ജക്റ്റിന് ഡോഗ് എന്ന ക്ലാസ്സിന് D1 എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മേക്ക് സൗണ്ട് എന്ന മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്തു. അതുപോലെ കാറ്റിന് നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ നൗ ഇവിടെ രണ്ട് ഔട്ട്പുട്ട് കിട്ടി, ബാർക്സ് ആൻഡ് മ്യാവ്സ്. In the above example, we have created a superclass animal.